നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിനായി കോൺഗ്രസ് ഹൈക്കമാൻഡ് നിയോഗിച്ച സ്ക്രീനിംഗ് കമ്മിറ്റി ഇന്ന് രാത്രിയോടെ കേരളത്തിലെത്തും. മധുസൂദൻ മിസ്ത്രി അധ്യക്ഷനായ സമിതി KPCC, DCC നേതൃത്വങ്ങളുമായി ചർച്ച നടത്തും. സ്ഥാനാർത്ഥി നിർണയത്തിൽ ചിട്ടയോടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് പ്രതികരിച്ചു. അതിവേഗം സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടക്കുകയാണ് UDF. മുൻപിലുള്ളത് ഭരണത്തിലേറുകയെന്ന ഒറ്റ ലക്ഷ്യം. ഫെബ്രുവരി പകുതിയോടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കാനുള്ള ചർച്ചകൾ മുന്നണിയിൽ തുടങ്ങിക്കഴിഞ്ഞു. കോൺഗ്രസ് ഹൈക്കമാൻഡ് നിയോഗിച്ച സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ചർച്ച നാളെ മുതൽ ആരംഭിക്കും. മധുസൂദനൻ മിസ്ത്രി അധ്യക്ഷനായ സമിതി ജില്ലാ കോൺഗ്രസ് നേതൃത്വങ്ങളുമായി ചർച്ച നടത്തും. സ്ഥാനാർത്ഥി നിർണയത്തിൽ ചിട്ടയോടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. ഇന്ന് വൈകിട്ട് തന്നെ UDF-ലെ വിവിധ കക്ഷികളുമായി ഞങ്ങൾ ചർച്ച നടത്തുന്നുണ്ട്. ഞങ്ങൾ ഈ വിന്നബിലിറ്റി എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അത് മാത്രമല്ല, സ്ക്രീനിംഗ് കമ്മിറ്റി ഇതെല്ലാം നോക്കി പരിശോധന നടത്തിയതിന് ശേഷം ഉള്ള തീരുമാനങ്ങളായിരിക്കും അന്തിമമായി വരാൻ പോകും. നേരത്തെ ഒരു തവണ സംസ്ഥാനത്തെത്തിയ മധുസൂദനൻ മിസ്ത്രി മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. വിജയസാധ്യത മാത്രം മുന്നിൽ കണ്ടുള്ള സ്ഥാനാർത്ഥി നിർണയത്തിനായിരിക്കും പ്രാധാന്യം നൽകുക. സീറ്റ് വിഭജന ചർച്ചകളും മുന്നണിയിൽ തുടരുകയാണ്. 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.